ആഗോള അയ്യപ്പ സംഗമത്തെ എന്തിനാണ് BJPയും സംഘപരിവാർ സംഘടനകളും എതിർക്കുന്നത്? ഈ ചോദ്യം ചോദിക്കുന്നത് LDFോ CPMോ അല്ല. ചോദ്യം പരോക്ഷമായി മുന്നോട്ട് വച്ചിരിക്കുന്നത് ശോഭാ സുരേന്ദ്രൻ തന്നെയാണ്, BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി. വാക്കുകൾ കേൾക്കാം. കണ്ണൂരിൽ പോയി പണിക്കരെ കബഡി നിരത്തിയിട്ട് പറഞ്ഞു, പിണറായി വിജയൻ ചെയ്ത തെറ്റുകളിൽ നിന്ന് വലിയ ശാപം പിണറായിയിലെ പാറപ്പുറത്ത് ജനിച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനുണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് താഴെ ഇറങ്ങിയാൽ ജയിൽവാസം അനുഭവിക്കാൻ മകൾക്കും മരുമകനും യോഗമുണ്ട് എന്നും അതിന് നിങ്ങൾ അയ്യപ്പ ഭക്തന്മാരെ ഒരുമിച്ച് ചേർക്കണമെന്ന് അത് കബഡി നിരത്തിയ ആള് പറഞ്ഞോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ആ കുടുംബത്തിന് ശാപമുണ്ട് എന്ന് ഇവിടെ നിന്ന് പോയ പാലക്കാട്ടുകാരൻ പണിക്കർ കബഡി നിരത്തിയിട്ട് കമല ചേച്ചിയോട് പറഞ്ഞു. പരിഹാരക്രിയകൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ മഴയിൽ ശോഭാ സുരേന്ദ്രൻ പറയുന്നത് പിണറായി വിജയന് അയ്യപ്പ ശാപമുണ്ട്. അയ്യപ്പ ശാപം മാറ്റാനാണ് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത്. അയ്യപ്പ ശാപമുണ്ട് എന്ന് ആരാണ് പറഞ്ഞത്? പിണറായി വിജയൻ്റെ ഭാര്യയോട് ഒരു ജ്യോത്സ്യൻ പറഞ്ഞതാണ് ഇക്കാര്യം, കബഡി നിരത്തി പറഞ്ഞതാണ്. എന്ന് വെച്ചാൽ പിണറായി വിജയൻ്റെ ഭാര്യ ജ്യോത്സ്യനെ പോയി കാണുകയും എന്താണ് പ്രശ്നമെന്ന് അന്വേഷിക്കുകയും പ്രശ്നം വെച്ച് നോക്കുകയും ഒക്കെ ചെയ്തപ്പോഴാണ് പിണറായി വിജയന് അയ്യപ്പ ശാപമുണ്ട് എന്ന് പറയുന്നത്. അതനുസരിച്ച് അയ്യപ്പ ശാപം മാറ്റാൻ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കണം എന്ന് ജ്യോത്സ്യൻ പറഞ്ഞു പിണറായി വിജയൻ്റെ ഭാര്യയോട്. അതനുസരിച്ചാണ് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത്. ഇതാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് എതിർക്കുന്നത് BJP? എന്തിനാണ് എതിർക്കുന്നത് സംഘപരിവാർ സംഘടനകൾ? സംഘപരിവാർ സംഘടനകളിലും BJPയിലും പ്രവർത്തിക്കുന്നവർ സ്വയം പറയുന്നത് ഞങ്ങൾ വലിയ വിശ്വാസികളാണ് എന്നാണ്. വലിയ വിശ്വാസികളാണ് എന്ന് പറഞ്ഞാൽ അവർ ജ്യോത്സ്യത്തിൽ വിശ്വസിക്കുന്നുണ്ട്, അയ്യപ്പനിൽ വിശ്വസിക്കുന്നുണ്ട്, അയ്യപ്പ ശാപത്തിൽ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെയുള്ള വിശ്വാസങ്ങളെല്ലാം കൊണ്ടു നടക്കുന്ന BJPയുടെയും സംഘപരിവാറിൻ്റെയും പ്രവർത്തകരും നേതാക്കളും അതേ വിശ്വാസപ്രകാരം ആചാരം അനുഷ്ഠിക്കുന്നു, അതല്ലെങ്കിൽ പ്രായശ്ചിത്തം ചെയ്യുന്നു. പിണറായി വിജയൻ അതിനെ പ്രോത്സാഹിപ്പിക്കുകയല്ലേ വേണ്ടത്? അതിന് പിന്തുണ കൊടുക്കുകയല്ലേ വേണ്ടത്? അതിനെന്തിനാണ് എതിർക്കുന്നത്? ഈ ചോദ്യം ഉയർന്നത് BJP നേതാക്കളിൽ നിന്ന് തന്നെയാണ്. സ്വാഭാവികമായും വിശ്വാസികൾ വിശ്വാസത്തിനനുസരിച്ച് ആചാരമോ അനുഷ്ഠാനമോ ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അതും പിണറായി വിജയൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വലിയ പിന്തുണ കൊടുക്കുകയാണ് വേണ്ടത്. അത് ചെയ്യാതെ എന്തിനാണ് എതിർക്കുന്നത്? അങ്ങനെ അയ്യപ്പ ശാപം ശമിപ്പിച്ച് പിണറായി വിജയൻ സുഖമായി കഴിയേണ്ട എന്നതാണോ? അതല്ല, അയ്യപ്പ ശാപത്തിൽ പശ്ചാത്താപം നടത്തി പിണറായി വിജയൻ ജയിലിലേക്ക് പോകുന്നത്. അതാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. അയ്യപ്പ ശാപം കൊണ്ട് പിണറായി വിജയൻ ഭരണത്തിൽ നിന്ന് ഇറങ്ങിയാൽ പോകേണ്ടത് ജയിലിലേക്കാണ്. ജയിലിലേക്ക് പോകാതിരിക്കാൻ ആണ് ഈ പ്രായശ്ചിത്തം ചെയ്യുന്നത്, ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത്. അതുമാത്രമല്ല, കുടുംബത്തെയും ബാധിച്ചിട്ടുണ്ട്. മക്കൾക്കെതിരെയുള്ള കേസ്, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം അയ്യപ്പ ശാപം മൂലമാണ് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പിണറായി വിജയനെ വീണ്ടും മുഖ്യമന്ത്രിയാക്കാതിരിക്കുകയല്ലേ വേണ്ടത് അയ്യപ്പൻ? 2021 തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റും കൂടുതൽ വോട്ട് നൽകി അധികാരത്തിലേറ്റിയില്ലേ അയ്യപ്പൻ? അയ്യപ്പ ശാപമുണ്ടെങ്കിൽ നടക്കുമോ? ഇങ്ങനെയുള്ള തർക്കുത്തരമൊന്നും പറയരുത്. വിശ്വാസത്തിൽ ചോദ്യമില്ല. അതുകൊണ്ട് തർക്കുത്തരം വേണ്ട. ജ്യോത്സ്യൻ പറഞ്ഞ കാര്യമാണ് ശോഭ ചേച്ചി ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അതനുസരിച്ചാണ് പിണറായി വിജയൻ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത്. പിന്നെ എന്തിനാണ് RSSും BJPയും യഥാർത്ഥ വിശ്വാസികളെന്ന് സ്വയം പറയുന്നവർ എന്തിനാണ് ആഗോള അയ്യപ്പ സംഗമത്തെ എതിർക്കുന്നത്? ആചാരവും അനുഷ്ഠാനവും ഒക്കെ നടത്താൻ പിണറായി വിജയൻ തന്നെ തയ്യാറായി വന്നാൽ അതിനെ പിന്തുണയ്ക്കല്ലേ വേണ്ടത്? ഈ ചോദ്യമാണ് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് ശോഭാ സുരേന്ദ്രൻ BJP നേതാക്കളോടും പ്രവർത്തകരോടും.